ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സ്വയംവര 12 സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എതിന് ജാമ്യം എടുക്കാൻ പോയിട്ടുണ്ടല്ലോ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ സൂര്യയാണ് കേട്ടോ അകത്തേക്ക് കയറുന്നുള്ളൂ. ഇവരെയൊക്കെ പുറത്ത് നിർത്തിയത് കോടതിക്ക് ഉള്ളിൽ നല്ല തിരക്കാണെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പത്മ അങ്ങനെ ആകെ അസ്വസ്ഥയായിട്ട് അങ്ങോട്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഏട്ട ആശ്വസിപ്പിക്കാനൊക്കെ ഉണ്ട്, പറയുന്നുണ്ട് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ യതീന്ദ്രനും മറ്റേ 2 ആൾക്കാരും പ്രതികളും കൂടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ പത്മ ഓടി ചെല്ലിയാണ് കേട്ടോ അടുത്തേക്ക്. എന്നിട്ട് ഇങ്ങനെ കുറേ സങ്കടം പറിച്ചിലും ആവലാതിയൊക്കെ ഉണ്ട്. അപ്പോൾ കാര്യം എന്ത് പറഞ്ഞാലും പത്മയ്ക്ക് ഭയങ്കര ജീവനാണല്ലോ യതീന്ദ്രനെ. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ വയ്യ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ മുമ്പിൽ ഇങ്ങനെ വേദന കല്യാണം ആ കാര്യങ്ങളൊക്കെ കിടന്ന് കളിക്കണം, നിങ്ങളിലാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും പത്മയുടെ വിചാരം എന്താ വെച്ചാൽ ജാമ്യം കിട്ടുമെന്നാണ്. പക്ഷേ ജാമ്യം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോഴാണത് പറയണേ, ജാമ്യം കിട്ടിയില്ലേ ചോദിക്കണം, അടുത്ത ഹിയറിങ്ങിൽ മാത്രമേ ജാമ്യം കിട്ടുള്ളൂ, മറ്റു 2 പേർക്കും വലിയ കൂസലൊന്നുമില്ലേ. അപ്പോൾ പത്മ അങ്ങനെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗംഗയുടെ വരവ് കേട്ടോ. ഗംഗ അത് കണ്ട് ഭയങ്കര കൈയടിച്ച് ആസ്വദിച്ചിരിച്ചിട്ടൊക്കെയാണ് വരുന്നത്. ആ കരയടി നന്നായി കരയെന്ന് പറഞ്ഞിട്ട് വന്നിട്ട്, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ അവസ്ഥ, ആ കരച്ചിൽ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിൻ്റെ ഭർത്താവ് ഇനിയിപ്പോൾ അടുത്ത ഹിയറിങ് കഴിഞ്ഞാൽ പുറത്തിറങ്ങും, പക്ഷേ എൻ്റെ കാര്യം ആ നീറ്റിലും പടച്ചിലും നിനക്ക് മനസ്സിലാവണില്ലേ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് കാണാനാണ് ഞാനും വന്നത്, ഇതൊന്ന് നിന്നെ ഒന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒപ്പം നമ്മുടെ സൂര്യ നന്നായി ചീത്ത പറയുന്നുണ്ട് കേട്ടോ. ആ ചീത്ത പറയുമ്പോൾ പറയുന്നുണ്ട്, നീ പോടാ ചിന്നച്ചൊക്കെ ഒരു വിലയില്ലാത്ത പോലെയൊക്കെയാണ് കേട്ടോ ഗംഗ സംസാരിക്കുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് നിൻ്റെ വീടാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റു പോലീസുകാർ ഇടപെടുന്നുണ്ട്, സാർ ഇത് കോടതിയാണ്, ഇവിടെ ബഹളം വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സൂര്യനെയും തടയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗംഗയുടെ കയ്യിൽ എന്തോ പൊതിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത്, ഞാനെന്താണ് എന്തോ നാടൻ കോഴി വറുത്തരച്ചു അങ്ങനെ എന്തോ കറി പറയുന്നുണ്ട്, അത് കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെങ്കിൽ നിൻ്റെ ഭർത്താവിനോട് എൻ്റെ ചേട്ടൻ്റെ കൂടെ ഇരുന്നൊന്ന് കഴിക്കാൻ പറ. ഇവിടെ അങ്ങനെ വലിയ സാറും യതീന്ദ്രനും ബിസിനസ്സുമാൻ അങ്ങനെയൊന്നുമില്ല, ഇവിടെ എല്ലാവരും പ്രതികളാണ്, പ്രതി നമ്പർ 1, 2, 3 അങ്ങനെയാണ് ഇവിടെ പേര്. ഈ കോടതിക്ക് മുന്നിലേ നമ്മൾ ദൈവത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ പത്മ അങ്ങനെ കടിച്ചടക്കി പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പം ഭക്ഷണം കഴിക്കാൻ പറയേണ്ട കാര്യത്തിൽ പറയുമ്പോൾ നമ്മുടെ സൂര്യ പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ നന്ദിനി കൊടുത്തച്ചിട്ടുണ്ടല്ലോ ഫുഡ് കഴിക്കാൻ കൊണ്ടുവരാൻ വിളിക്കണ്ടേ എത്തി തന്നെ. അപ്പോൾ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ കോൺസ്റ്റബിൾ പറയും, പോയി കഴിച്ചോളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ മറ്റൊരു പറയുന്നുണ്ട്, മറ്റവൾ പെങ്ങളുടെ കൈപുണ്യത്തെക്കുറിച്ച് കുറേ പുകഴ്ത്തുന്നുണ്ട് ഗംഗയുടെ ഏട്ടൻ. അപ്പോൾ നമ്മുടെ പോലീസ് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യതീന്ദ്രന് ഫുഡ് കൊടുക്കുന്നുണ്ട്, സൂര്യനെ വിളമ്പി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പത്മ സങ്കടപ്പെട്ടിട്ട് വയ്യ, എന്നാലും അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് വേഗം അതെടുത്തിട്ട് ഇന്ന് കുറച്ച് വാരി കൊടുക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് സൂര്യ മേടിച്ചിട്ട് വാരി കൊടുക്കും. അപ്പോൾ അവസാനം യതീന്ദ്രൻ വേണ്ട ഞാൻ തന്നെ കഴിച്ചോളാമെന്നും പറഞ്ഞിട്ട് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ നന്ദിനി ഇപ്പോൾ വരും എന്നുള്ളതിൽ ആരതി തട്ടൊക്കെ റെഡി ആക്കിയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ പേടിയുണ്ട്, ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഈ ആരതി തട്ടും കൊണ്ടിട്ട് പത്മയുടെ മുമ്പിലേക്ക് ചെല്ലേണ്ട കാര്യം ആലോചിച്ചിട്ട് തട്ടി കളയണതൊക്കെ പേടിച്ചിരിക്കാൻ കേട്ടോ നമ്മുടെ നന്ദിനി. രഞ്ജിത്താണെങ്കിൽ ആകെ പേടിച്ച് ഇവിടെ വാർത്തയൊക്കെ വെച്ച് നോക്കിയിരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവളുടെ കേസുകൾ എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടെത്തിയതായിട്ട് കാണുന്നുണ്ടോ എന്നൊക്കെ വേണ്ടിയിട്ട് ആകെ പരിഭ്രാന്തനായിട്ട് നടക്കണം രഞ്ജിത്ത്. അപ്പോൾ നമ്മുടെ യതീന്ദ്ര സാറിന് എന്തായാലും ഇപ്രാവശ്യം ജാമ്യമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.